ഡോക്ടർ ഇല്ലേ? ഒരു 10 മിനിറ്റ് വരും. 10 മിനിറ്റ് എടുക്കുമോ? അപ്പൊ അത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ. ഇതായിരുന്നു അല്ല, ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ജസ്റ്റ് വിസിറ്റ്, അത്രേ ഉള്ളൂ. ചേട്ടന് പൈൽസ് ആണ്, ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്നാണ്. നീ എന്തിനാ കാണുന്നവരോടൊക്കെ എനിക്ക് പൈൽസാണ് ജോലിക്കാരാണെന്ന്? ഇനി എനിക്കൊരു കൊച്ചസുഖമുണ്ട്, അത് എല്ലാവരോടും ഇങ്ങനെ തൊള്ള തുറന്ന് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് പൈൽസ് അല്ലേ, അല്ലാതെ എയ്ഡ്സ് ഒന്നും അല്ലല്ലോ. അന്ന് ഞാൻ മൂലക്കുരു എന്ന് പറയും. മിണ്ടരുത്, നിനക്ക് അങ്ങോട്ട് പോകാനായിട്ടെന്ന് പറഞ്ഞില്ല. ഒന്ന് പോയിക്കൂടെ? ഒന്ന് നോക്കിക്കോട്ടെ, ഞാനിപ്പോ വരാം. പിന്നെ ഞാൻ ഉള്ള കുട്ടിയല്ലേ എന്നെ നോക്കി നിൽക്കാനായിട്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോവാതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ഇത് 80% പേർക്കുള്ള അസുഖമാണ് പൈൽസ്. ഇനി നിങ്ങൾ ഇങ്ങനെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പാരമ്പര്യ അസുഖമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. പിന്നെ വിത്തിട്ട് മുളച്ചു വന്നാണോ ഇയാൾ? അല്ല, എന്റെ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്താണ്. താനൊന്ന് പോയിടും. ഇത് ഇത്ര പ്രശ്നമുള്ള അസുഖമല്ലെന്ന് എന്താണ് വിഷയം? ഇയാൾ ഇങ്ങനെ കിടന്ന ടെൻഷനാണ്. ഒരു ടെൻഷൻ എടോ, ഞാനൊരു ബിസിനസ് മാൻ ആണ്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പൈൽസ് ആണെന്നൊക്കെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ പെണ്ണുമ്പിളായിട്ട് ഉടക്കണോ? അത് ഭയങ്കര വിഷയമായിട്ട് വന്നു. ഒന്നും പറയണ്ട, ഭയങ്കര ശല്യമാണ് അവളെ കൊണ്ട്. എന്റെ ഭാര്യയില്ലേ, എനിക്ക് ഒരു പ്രശ്നവും ഒരു ശല്യവും ഇല്ല അവളെ കൊണ്ട്. എനിക്ക് തരൂ. എന്നിട്ട് എന്റെ ഭാര്യ താനെടുത്തു. എന്റെ ഭാര്യ എന്നെ കണ്ടി കാണാൻ കൊള്ളാൻ ഒരാളെ കണ്ടപ്പോ അയാളോട് അങ്ങ് പോയി. ഞാനിപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അതെല്ലേ? ഭാഗ്യവാനെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പുറകേന്ന് മാറുകയുമില്ല, വേറൊരുത്തന്റെ കൂടെ പോവുകയുമില്ല. ഭയങ്കര ശല്യമാണ്. പെട്ടതാ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. അപ്പൊ ഡോക്ടർ വരാൻ ഇനിയും 10 മിനിറ്റ് എടുക്കും. എന്താ ചെയ്യാ? ദീപകേ, നിൻസി, ഇളം കാറ്റിലാടി വരൂ നീ. എത്ര വർഷമായി കണ്ടിട്ട്. എടി, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ നിന്നെ എനിക്ക് മനസ്സിലായില്ല. നീ ആകെ വണ്ണമൊക്കെ വെച്ച്. ആണോ? ദൈവമേ, സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ഇങ്ങനെയല്ലേ ഇരുന്നത്. അന്ന് കണ്ടതല്ലേ, പിന്നെ നിന്നെ ഇപ്പോഴല്ലേ കാണുന്നത്. അതെ അതെ അതെ. നീ എന്താ ഇവിടെ? ഞാനത് കട്ട് ചെയ്യാൻ വന്നതാ. എന്ത് കട്ട് ചെയ്യാൻ? അല്ല അല്ല അല്ല, ഫോൺ പെട്ടെന്ന് കട്ടായി. ഞാനേ വേറൊരു ഡീലിന് വേണ്ടിട്ട് വന്നതാ. അല്ല, നീ എന്താ ഇവിടെ? എടാ, ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിലെ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ ഇവിടുത്തെ ഡോക്ടറാ. നീ ഡോക്ടറാണെന്നറിയാം, പക്ഷെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇവിടുത്തെ ഡോക്ടറാ? അതെല്ലേ? എന്റെ ദൈവമേ. എടാ, സ്കൂളിൽ പഠിച്ചപ്പോ നമ്മൾ എന്തൊരു പ്രേമമായിരുന്നടാ. പിന്നെ നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാന്ന് മറക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോഴും എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ എന്താ തിരിഞ്ഞു നോക്കുന്നത്? അല്ല, പറയുന്ന അടിവനുണ്ടാന്ന് നോക്കിയതാണ്. എന്റെ ദൈവമേ, അന്ന് എത്ര നാള് നീ എന്റെ പുറകെ നടന്നിട്ടാ ഞാൻ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത് അല്ലേ? ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ എന്തൊരു രസമായിരുന്നല്ലേ. നേരം വെളുക്കാൻ കാത്ത് സ്കൂളിലേക്ക് ഓടി വരാനായിട്ട്. അതെ അതെ, മണിയുടെ ശബ്ദം കേട്ടാ ഞാൻ ഓടി വരുമായിരുന്നു. അപ്പൊ നിനക്ക് മണിയനുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലേ? ഏത് മണിയൻ? അന്നേ സംശയം ഉണ്ടായിരുന്നു. ഏത് മണിയെന്ന്? മണിയൻ കേസ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോ നീ ഓടി വരുമെന്ന് പറഞ്ഞു. പോടാ അവിടുന്ന്. മണിയനും ഒന്നും അല്ല, മണി ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടി വരുമായിരുന്നു നിന്നെ കാണാനായിട്ട്. നിനക്കേ ലവ് ലെറ്റർ തരാൻ വേണ്ടി ഞാനൊരു വരവ് വന്നിട്ടാ ടീച്ചറിന്റെ. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ മലയാളം ടീച്ചർ പിടിച്ചതല്ലേ, ഉഷ ടീച്ചർ. എന്റെ പൊന്നെ, എന്നിട്ട് ആ ടീച്ചർ നിന്നെ എന്തോരം തല്ലിയല്ലേ. എന്റെ പാട് ഇപ്പോഴും എന്റെ കാലം പോയിട്ടില്ല. ശരിക്കും പറഞ്ഞ ആ ടീച്ചർ നിന്നോട് ഇത്തിരി കുശുമ്പായിരുന്നു. എനിക്ക് കുശുമ്പോട്ടൊന്നുമില്ല. ടീച്ചർ ആ ലവ് ലെറ്റർ വായിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു ഞാൻ എന്തിനാടാ നിന്നെയൊക്കെ മലയാളം പഠിപ്പിക്കണം. അക്ഷര തെറ്റായിരുന്നു. അയ്യോ, എന്തായാലും നിന്നെ കാണാൻ പറ്റിയല്ലോ. എന്തായാലും ഞാൻ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായല്ല, എനിക്ക് സന്തോഷമായി. ശരി, നീ പ്രേമിച്ച പെണ്ണ് ഡോക്ടറായി, എന്റെ പുറകെ നടന്ന നീ എന്തായി? ഒന്നും ആയില്ല. അല്ല, അങ്ങനെയല്ല, ഡോക്ടർ വക്കീൽ അങ്ങനെ ഒന്നും ആയില്ല. ഞാനിപ്പോ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയല്ലോ. അല്ല, നീ ഇപ്പൊ എന്താ ഇവിടെ വന്നേന്നാ പറഞ്ഞത്? എടി, നീ പുറത്താരോട് പറയണ്ട, ഞാൻ ഈ ഹോസ്പിറ്റലില് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് ക്ലൈന്റ് ആയിട്ട്, അതിന് വേണ്ടിട്ട് ഞാൻ വന്നതാണ്. എന്റെ ദൈവമേ, നീ എങ്ങാനും ഈ ഹോസ്പിറ്റൽ വാങ്ങിച്ച ഞാൻ പിന്നെ നിന്റെ തൊഴിലാളിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ മുതലാളിയൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ നിന്നെ മുതലാളി എന്നൊന്നും വിളിക്കൂല. ഞാൻ ദീപക്കെന്ന് വിളിക്കുന്നു. നീ എന്നെ ദീപക്കെന്ന് വിളിച്ചാൽ മതി, നിന്റെ പഴയ ദീപക്ക് തന്നെയാണ് ഞാൻ. ശരി കേട്ടോ, ഞാനൊന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം. നീ ഇവിടെ ഉണ്ടാവുമല്ലോ? ഞാൻ ഇവിടെ ഉണ്ടാവും, ഞാൻ മീറ്റിംഗ് ആണല്ലോ. ശരി ശരി, ബൈ. പരിപാടി എന്ന് പറഞ്ഞാല് അതെ. ഇപ്പൊ പോയ ഡോക്ടർ എന്തിന്റെ ഡോക്ടർ? ഇവിടുത്തെ ഡോക്ടർ. അത് എന്തിന്റെ ഡോക്ടറാ? പൈൽസിന്റെ മെയിൻ ഡോക്ടറാണ് ഇവിടുത്തെ. ഈ ഡോക്ടർ വന്നേ പിന്നാണ് പൈൽസിന് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. അല്ല, അപ്പൊ എന്റെ അസുഖമൊക്കെ പൈൽസൊക്കെ പുള്ളിക്കാരിയാണോ നോക്കണത്? അവരാണ് നോക്കുന്നത്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, പൂ പറിക്കുന്ന ലാഭത്തോട് പുള്ളിക്കാരി ചെയ്ത്. പൂങ്കായ്മൊന്നും തുടങ്ങാൻ സമ്മതിക്കില്ല. അയ്യേ, അല്ല, ഒരു പ്രശ്നമില്ല, അവര് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഡോക്ടറാണ്. ഇത് ശരിയാവൂല. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്? ചേച്ചി എവിടെ പോയതാണ്? അയ്യോ, എന്റെ ചേട്ടൻ അവിടെ പോയി.
പുള്ളി പുള്ളി പോരുവാ. നിങ്ങളോട് പോയതാ? ഞാനേ ആ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞ ആ പെണ്ണ്. അന്നാലേ ഇവിടുന്ന് മുട്ടയും പാലും ബ്രെഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അല്ല പുള്ളി ബിസിനസ്സുകാരനല്ലേ? ആര്? ചേട്ടൻ അത്ത ചിട്ടിയാണുള്ളത്. അതിന്റെ പിരിവിന് പോകും. ഞാൻ വേറെ പണിക്കും പോണോണ്ടൊക്കെയാണ് ജീവിക്കണത്. അത്ത ചിട്ടിയുടെ കാര്യമാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. പിന്നല്ലാണ്ട് എന്റെ പൊന്നെ. അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിൽ വിലയൊക്കെ പറഞ്ഞെന്ന്. ഈ ആശുപത്രി മേടിക്കാൻ പോണെന്ന് ആശുപത്രി മേടിക്കാൻ പോകുന്നു. കിടക്കാൻ ഒരു ബെഡ് അന്വേഷിച്ചാണ് ഞാൻ ഈ നടപ്പൊക്കെ നടന്നു കൂട്ടിയത്. പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. ആ അതെന്താണെന്നറിയാമോ? കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല അത്. അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ച ഗ്ലാസ് ആണ്. തരാന്നും പറഞ്ഞ് മേടിച്ചോണ്ടോ ഇതാ ചെല്ലുമ്പോ തന്നെ തിരിച്ചു കൊടുക്കണം. ഇല്ല. അതെ 3 കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ ഫണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല? നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാണ്. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? 3 കോടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ പുള്ളി. അത് ലോട്ടറി കച്ചവടത്തിന് വാറിന്റെ ഇടക്ക് ആരാണ്ട് ടിക്കറ്റ് എടുത്തിട്ട് കാശ് കൊടുത്തിട്ടില്ല. അതെ ഒരു പേഷ്യന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു പേഷ്യന്റോട് നോക്കാണ്ട്. അയാളെ കണ്ടില്ലല്ലോ. ഭർത്താവാണ് ഡോക്ടർ. പെട്ടെന്ന് വിളിക്കും. എനിക്ക് അയാളെ കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ചേട്ടാ ഒന്ന് വന്ന് ഡോക്ടർ വന്നു. ശരി ഞാൻ വിളിക്കാവേ. ഓക്കെ. എടാ ദീപക്, നീ ഇതുവരെ ക്ലൈന്റിനെ കണ്ടില്ലേ? ആ ക്ലൈന്റ് മിക്കവാറും കട്ടായി പോകുന്ന എനിക്ക് തോന്നുന്നത്. ആണോ? നിങ്ങൾ വിളിക്കും. നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ? വിളിക്കും ആളെ. എന്റെ കെട്ടിയവനാണ് ഡോക്ടർ ഇത്. ദീപകെ, നിനക്കാണോ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്നോ? എന്റെ ഡോക്ടർ ഇയാൾക്ക് പൈൽസ് ആണ്. നിനക്കാണോ പ്രശ്നം? സത്യം പറ. എനിക്കൊരു പ്രശ്നമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എന്റെ പൊന്നതേ പിന്നെയും പറഞ്ഞേട്ടെ പ്രശ്നമില്ലെന്ന്. എന്റെ ഡോക്ടറെ ഞങ്ങളുടെ കൊച്ചിന്റെ സ്നാഗിയും കൂടി വെച്ചിട്ടാണ് ഈ വന്നേക്കണത്. ദീപകെ, നിനക്കാണോ പ്രശ്നം? സത്യം പറ. എനിക്കൊരു കുഴപ്പമില്ല. നീയാണോ തീരുമാനിക്കുന്നത്? MBBS പഠിച്ചത് ഞാനാണ്. നീ MBBS എടുത്തത് കാണാൻ വേണ്ടിട്ടാണോ? ശരിയാവൂല. എടാ നീ ഒന്ന് കേറി കിടന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ഇത്ര നാണക്കേട് വിചാരിക്കുന്നത്? ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കുന്നേ. ബാത്റൂമിൽ കയറിയിട്ട് വാവിട്ടാണ് ഡോക്ടറെ എടാ നീ എന്തിനാണ് ഇത്ര നാണക്കേട് നോക്കുന്നത്? വന്ന് കേടന്നേ, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് സംസാരിക്കും. നിങ്ങൾ ഒന്നും പറയണ്ട. ഒന്ന് വന്നേ. നിങ്ങൾ ഈ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. വേറെ ആരെ വേണേലും കാണിച്ചാൽ ഇവരെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് പോവാം. ദീപകെ, താൻ എന്തോടെ വായിട്ട് നോക്കി നിൽക്കുന്ന? എല്ലാരും ഒന്ന് വന്നേ. അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒന്ന് വന്നേ. ഒറ്റ മേത്തോട്ട് വരും. ഒന്ന് പിടിച്ചേ. അങ്ങോട്ട് കമ്മത്തി കിടത്തിക്കേ. നോക്കട്ടെ. നോക്കട്ടെ. എന്താ ഇത്? അത് തൊരപ്പൻ. കുഞ്ഞിനാണ് വന്ന് കരപ്പന്റെ പാടാ. മാറ്റിക്കേ. കണ്ട് എന്റെ പൊന്നെ, ഇത് സമയത്ത് കാണിക്കാതെ മൊത്തം കുളമായി പോയല്ലേ ദീപക്. സാരില്ല, പേടിക്കൊന്നും വേണ്ട. ഇതൊരു കുഞ്ഞ് സർജറിയുടെ ഒരു ആവശ്യമുള്ളൂ. നമുക്ക് നാളെ അതങ്ങ് ചെയ്യാം. പതുക്കെ എഴുന്നേറ്റ് എന്നെ നോക്കിക്കേ. നോക്ക്. ഞാൻ നോക്കൂല. എനിക്ക് കാണണ്ടാന്ന് ഇപ്പൊ കിടന്ന് പറയുന്നത്. നേരത്തെ എനിക്ക് ഒരാളെ മാത്രം കാണിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഈ ആശുപത്രിയിലുള്ള മൊത്തം ആൾക്കാർ കണ്ടില്ലേ? എന്നിട്ട് മതിയായിരുന്നു നിങ്ങൾക്ക്. ഒന്ന് പോണോന്ന്.